الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. كل نفس ذائقة الموت، ولنبلوكم بالشر والخير فتنة وإلينا ترجعون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. ഒരു വലിയ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് നാമും നമ്മെപ്പോലെ മറ്റുള്ള എല്ലാ ആളുകളും. കഴിഞ്ഞ ചൊവ്വാഴ്ച നാമെല്ലാം ഉറക്കമുണർന്ന് കേൾക്കുന്ന വാർത്ത വളരെ അധികം വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ വാർത്തയായി. വയനാട്ടിൽ ഉണ്ടായ വളരെ വലിയ ആഘാതം. ഇത് ചെറിയ ഒരു സംഭവമല്ല അവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് വരെ കാണാത്തതും കേൾക്കാത്തതുമായ വളരെ വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. ഉറങ്ങാൻ കിടന്നവരാണ്. നമ്മളെപ്പോലെ രാത്രി ഭക്ഷണവും കഴിച്ച് മക്കളുമായിട്ട് സന്തോഷമൊക്കെ പങ്കുവച്ചു
എല്ലാവരും അവരവരുടെ കിടപ്പുമുറിയിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നവരാണ്. പക്ഷേ പിന്നീട് അവർ കാണുന്നതും സംഭവിക്കുന്നതും ഒക്കെ ചില ആളുകളൊക്കെ ആ ദുരന്തത്തിന് ഇരയായവരൊക്കെ പറയുന്നത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണോ എന്ന് അവർക്ക് തോന്നിപ്പോയി എന്ന്. അത്രമാത്രം വലിയ വലിയ പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ കുത്തിയൊലിച്ചു വരികയാണ്. എത്രയോ കിലോമീറ്റർ ദൂരെ നിന്നാണ് വരുന്നത്. അതെല്ലാം നിമിഷ നേരം കൊണ്ടാണ് എല്ലാം നഷ്ടമായി. എത്രയോ ആളുകൾ മരണപ്പെട്ടുപോയി, എത്രയോ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എത്ര ആളുകൾ ആ ദുരന്തത്തില് ഇനിയും കണ്ടെടുക്കാനാവാത്ത എത്രയോ ആളുകൾ മണ്ണിനടിയിൽ പുതഞ്ഞുപോയിട്ടുണ്ട്. അവരെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകളെ കാണാനില്ല എന്നുള്ള വാർത്തകൾ അത്ര മാത്രം പ്രയാസകരമായ സങ്കടകരമായ എന്താണ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുക? നമ്മളൊക്കെ നിസ്സഹായരാണ്. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ വന്നാൽ നേരിടാനല്ലാതെ നമുക്ക് അതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല. നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കും, എല്ലാവിധ ടെക്നോളജിയുടെയും എല്ലാ വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ, അതായത് ഒരു സേഫ് സോണിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്റെ വീടും പരിസരവും അങ്ങനെയൊന്നും ഒരു കുലുക്കവും ഉണ്ടാവുകയില്ല, അങ്ങനെ സംഭവിക്കുകയില്ല, അങ്ങനെ വിചാരിച്ചവരാണ് ഇപ്പോൾ ഈ ദുരന്തത്തിനും സാക്ഷിയായി. കാരണം വളരെ നിരപ്പായ സ്ഥലങ്ങളിൽ പോലും ഇതിന്റെ അലയൊലികൾ ഉണ്ടായി എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത വളരെ വലിയ നല്ല വീടുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഒരു നല്ല പരന്നു കിടക്കുന്ന ഒരു പ്രദേശം, അതുകൊണ്ട് എല്ലാവരും നല്ല വീടുകളും ഒക്കെ ഉണ്ടാക്കി. അവിടെ അങ്ങനത്തെ ഒരു പുഴയും ഒന്നും ഇങ്ങനെ വരും എന്ന് അവർ വിചാരിച്ചിട്ടില്ല. അവർ പറയുന്നത് ഒരു കൈത്തോട് ഇങ്ങനെ പോലും അവിടെ ആ പ്രദേശങ്ങളിൽ ഇല്ല, ഞങ്ങൾ വസിക്കുന്ന ആ നാട്ടിൽ. എന്നിട്ട് പോലും ഇതെവിടെ നിന്ന് വന്നു എന്നറിയുകയില്ല, ഞെട്ടിപ്പോയി എന്ന്. സഹോദരങ്ങളെ, ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുകയും ഒപ്പം അവരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവർ ഒറ്റ രാത്രി കൊണ്ട്, ഒരു നിമിഷ ആർദ്രത്തിൽ എല്ലാം നഷ്ടപ്പെടുകയാണ്. ആയുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും ഒലിച്ചു പോവുകയാണ്. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംഭവിച്ച ഈ ദുരന്തത്തിൽ നിന്ന് അവരെ എത്രയും വേഗം അല്ലാഹു കരകയറ്റുമാറാവട്ടെ. അവരിൽ മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ, കുട്ടികളും ചെറുപ്പക്കാരും അതേപോലെ പ്രായം ചെന്നവരും എല്ലാവരും, എത്രയോ 100-300 ഇനിയും ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ മാത്രമല്ല, നമ്മളും മരിക്കും. ഭൂകമ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടവരാണ്. അതിനൊരു ഭൂകമ്പം ഉണ്ടാകണമെന്നില്ല. ഒരാളുടെ മരണം എന്നാണോ അന്നാണ് അയാളുടെ ഖിയാമത്ത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരാൾ മരിക്കുന്നത് അയാളുടെ ഖിയാമത്താണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇത്തരം ആപത്തുകളിൽ നിന്ന് അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിക്കേറ്റവർക്ക് എത്രയും വേഗം അല്ലാഹു ശമനം നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാവട്ടെ. അവരിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു രക്തസാക്ഷിയുടെ ഷഹീദിന്റെ കൂലി നൽകി അല്ലാഹു അവരെയെല്ലാം ആദരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കാഴ്ചക്കാരാകുമ്പോൾ, ദൃക്സാക്ഷികളാകുമ്പോൾ, അനുഭവിക്കുമ്പോൾ ഒക്കെ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ജീവിതം. അത് അവൻ എങ്ങനെയും പരീക്ഷിക്കും, ഏത് വിധേനയും പരീക്ഷിക്കും. പരീക്ഷണമില്ലാതെ മുന്നോട്ട് പോകാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. അവന്റെ മരണം വരെയും അവൻ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അള്ളാഹു പറഞ്ഞ കാര്യമാണ്, അള്ളാഹു നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ പറയുന്ന കാര്യമല്ലല്ലോ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളെ പരീക്ഷിക്കാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഓതി വെച്ചില്ലേ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ആദ്യം അല്ലാഹു മരണത്തിന്റെ കാര്യവും പറയും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. എല്ലാവരും ഇവിടെ മനുഷ്യരായി പിറന്ന, അല്ലെങ്കിൽ കുല്ലുമൻ അലൈഹാ ഫാൻ. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറയുന്നത് കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ വജ്ഹ് മാത്രം ഇവിടെ അവശേഷിക്കും എന്ന് അല്ലാഹു പറയുകയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും, ആരുമില്ല. റസൂലുള്ളാഹി മരിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായില്ലേ ദുനിയാവിൽ. ലൗ കാനത്തി ദുനിയ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ആരെങ്കിലും ആർക്കെങ്കിലും അല്ലാഹു ഇവിടെ ശാശ്വതത്വം നൽകുമായിരുന്നു എങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാകുമായിരുന്നു. നബി ഇവിടെ ജീവിക്കുമായിരുന്നു. പക്ഷെ ആ നബി മരണപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കി വന്ന ആ ആളുകളോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവാചകന്റെ മേലെ നിങ്ങൾക്ക് എങ്ങനെ മണ്ണിടാൻ തോന്നി, നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു നിങ്ങളുടെ പ്രവാചകന്റെ ദേഹത്തിൽ മണ്ണിടാൻ എന്ന് പറയും. അപ്പൊ സഹോദരങ്ങൾ, എല്ലാവരും മരിക്കും, ആരും ബാക്കിയാവൂ, എല്ലാവരും മരിക്കും. അപ്പൊ പരീക്ഷണമാണ് എന്ന് അടിസ്ഥാനപരമായി ആത്യന്തികമായി നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം. ഞാനിവിടെ ശാശ്വതനല്ല, എന്റെ ജീവിതം അള്ളാൻ നിശ്ചയിച്ച പ്രകാരം മാത്രം ഉള്ള കാലയളവ് മാത്രമേ എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കൂ. എങ്ങനെയും മരിക്കാം, എപ്പോഴും മരിക്കാം. മരണം എന്നത് നമ്മുടെ കൂടെ ഉണ്ട്, കൂടെ ഉള്ള ആളാണ് മരണം എന്ന് പറയുന്നത്. കൂടെ പിറപ്പാണ്, എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ആളാണ്, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് മരണം എന്ന് പറയുന്നത്. മിൻ ശിറാഖി നഅലിഹി അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനി പിടിച്ച് കിടക്കുമ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ട്. പിന്നെ ഈ ആളുകളൊക്കെ സന്തോഷത്തിലാണ് വീട്ടുകാരോടൊപ്പം. എന്നാൽ വൽ മൗതു അദിനാ മിൻ ശിറാഖി നഅലിഹി, ഈ മരണം എന്നത് നിന്റെ ചെരുപ്പിനേക്കാൾ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അത്ര അടുത്താണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പരീക്ഷണം എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹു തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നില്ലേ, നമ്മളൊക്കെ കാണാതെ പഠിച്ച സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. എന്താണ്? വലനബുൽവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. നമുക്കൊക്കെ കാണാപ്പാടം നമ്മൾ കേൾക്കുന്ന ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ആയത്താണ് വലനബുലു വന്നക്കും, നിങ്ങളെ പരീക്ഷിക്കും എന്നല്ല അല്ലാഹു പറഞ്ഞത്, നിങ്ങളെ പരീക്ഷിക്കുമെന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? വലനബുലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു ഉറപ്പിച്ച അല്ലാഹു പറയുന്നു.
ഒരു ഉറപ്പായിട്ട് ഉള്ള സംഗതിയായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. പേടി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വിശപ്പ് കൊണ്ട്, പട്ടിണി കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. ധനനഷ്ടം, ദേഹനഷ്ടം, വിഭവനഷ്ടം, ഇതെല്ലാം കൊണ്ട് പരീക്ഷിക്കും. ഖുർആനാ പറയുന്നത്, അള്ളാഹുവാണ് നമുക്ക് പറഞ്ഞു. അപ്പം നിരാശപ്പെടേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. നാം എന്തും നേരിടാൻ, ഏത് അവസ്ഥയും നേരിടാൻ ഒരു വിശ്വാസി എപ്പോഴും തയ്യാറായി. അവനിൽ നിന്ന് ഈ വേറെ ഒരു വാക്ക്, തെറ്റായ ഒരു വാക്കും പ്രവൃത്തിയും അവനിൽ സംഭവിച്ചുകൂടാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിരാശ പൂണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞേക്കാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയേക്കാം, നാവിൽ നിന്ന് വീണുപോയേക്കാം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വർത്തമാനം നമ്മുടെ ഒക്കെ വായിൽ നിന്ന് വന്നു പോയേക്കാം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കണ്ടുപോയേക്കാം, നമ്മുടെ ചിന്തയിൽ വന്നു പോയേക്കാം. പാടില്ല. പിന്നെ എന്തായിരിക്കണം നിലപാട്? ഇങ്ങനെയൊക്കെ പരീക്ഷണം ഉണ്ടാവും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ക്ഷമിക്കണം, ക്ഷമിക്കാൻ സാധിക്കണം. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണത്. നമ്മളുടെ പ്രിയപ്പെട്ടതെന്തും നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളായിരിക്കാം. എത്ര പിതാക്കൾ മക്കളെ മരണപ്പെട്ടു പോയ കൺമുന്നിൽ, മക്കൾ വാഹനം പിടിച്ച് തെറിച്ചു മരണപ്പെട്ടു പോകുന്ന പിതാക്കൾ കൺമുന്നിൽ അല്ലേ? എന്തെല്ലാം പ്രയാസങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏത് അവസ്ഥകളും, ഏത് പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം. ആ നിലപാടാണ് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉറപ്പിച്ചു പറയണം, നമ്മൾ മനസ്സിൽ തട്ടി പറയണം. ഇത് മരണപ്പെടുമ്പോൾ നമ്മുടെ പള്ളികളിൽ നിന്നും വിളിച്ചു പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്, നമ്മളും അത് ചൊല്ലാറുണ്ട്. ഒരു മരണം കേൾക്കുമ്പോൾ, ഒരാളുടെ മരണവിവരം നമ്മൾ അറിയുമ്പോൾ നമ്മൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരങ്ങളെ, ഒരാൾ മരണപ്പെട്ടാൽ മാത്രം നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ട വർത്തമാനമല്ലാതെ മറിച്ച് ഏത് മുസീബത്തും, ഏത് പ്രയാസങ്ങളും, എന്തൊക്കെ നമ്മളെ ബാധിക്കുന്ന ചെറുതും വലുതുമായ ഏത് ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മളിൽ നിന്നും വരേണ്ട വർത്തമാനം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരു ആദർശമാണ്. അതൊരു ശരിയായ ഒരു ഉറച്ച നിലപാടാണത്. വിശ്വാസത്തിന്റെ കരുത്താണത്. നമ്മളൊക്കെ വിശ്വാസികളാണ് എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ സാധിക്കണം. എന്തെല്ലാം ദുരന്തങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കല്ലേ. തൊട്ടു മുമ്പല്ലേ ഒരു കുവൈത്തില് കുറെ ആളുകൾ മരിച്ചില്ലേ? തീപിടുത്തത്തിൽ മരിച്ചുപോയി. ഓരോരുത്തരും ഓരോ സ്വപ്നങ്ങളുമായിട്ട് ആണ്. ഗൾഫുകാരെ സംബന്ധിച്ച് നമുക്കറിയാം, അവർക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവരുടെ നാട്ടിലെ ആളുകളെ അവർക്ക് കട്ടപ്പാടില്ലാതെ ജീവിപ്പിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഓരോ ഗൾഫുകാരനും വിമാനം കയറുന്നത്. ആ കൂട്ടത്തിൽ മരിച്ച ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അടുത്തിടെ കുവൈത്തിലെത്തിയ ചെറുക്കന എത്തി. ആദ്യത്തെ മാസത്തെ ശമ്പളം അയച്ചു. അത് നാട്ടിൽ എത്തിയതേ ഉള്ളൂ. അപ്പോഴാണ് ആ കുട്ടിയുടെ മരണവാർത്ത കേൾക്കുന്നത്. ഈ കൂട്ടത്തിൽ മരിച്ചതാണ്. ഒരാളുടെ പണി തീർന്ന വീട്, ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വരാൻ വേണ്ടി എല്ലാം റെഡിയായി നിൽക്കുകയാണ്. താമസിക്കാൻ, പണി പൂർത്തിയായ വീട്ടിൽ താമസിക്കാൻ അയാളുടെ ബോഡി കൊണ്ട് ആ വീട്ടിൽ കുറച്ചു നേരം അവർ വെച്ചു എന്നുള്ളത്. കുറച്ചു നേരം ആ വീട്ടിൽ കൊണ്ടുവച്ചു. നോക്കുക സഹോദരങ്ങളെ, എങ്ങനെ ഇവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ സാധിക്കും, എങ്ങനെ സമാധാനിപ്പിക്കാൻ കഴിയും? അതേപോലെ മകളുടെ അഡ്മിഷന് വേണ്ടി നാട്ടിൽ വരാനിരുന്ന
ഒരു പിതാവ് ആ കൂട്ടത്തിലുണ്ട്. എന്തിനേറെ നമ്മൾ ഈ വയനാട് ഇപ്പൊ സംഭവിച്ച ഈ ദുരന്തത്തിന് തൊട്ടു മുമ്പ് നമ്മളൊക്കെ ആഗ്രഹിച്ചത് ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, കർണാടകയിൽ ശിരൂരിൽ ഒരു ചെറുപ്പക്കാരൻ ലോറി ഉൾപ്പെടെ കാണുവാനില്ല, കണ്ടെത്താൻ വേണ്ടി നമ്മളെപ്പോ പ്രാർത്ഥിച്ചു, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാത്തവരാരുമില്ല. ആ ചെറുപ്പക്കാരന് വേണ്ടി ജീവനോടെ രക്ഷപ്പെടുമെന്ന്, തൊട്ടടുത്ത ദിവസങ്ങളിൽ രക്ഷപ്പെടുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നമ്മൾ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയും ഒരു ചെറുപ്പക്കാരിയും അച്ഛനും അമ്മയും ഒക്കെയുള്ള ആ ചെറുപ്പക്കാരുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയേ ഉള്ളൂ ദുനിയാവ്. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. എല്ലാവർക്കും അങ്ങോട്ട് എല്ലാം അങ്ങ് കിട്ടുകയില്ല. ഇവിടെ എത്രയൊക്കെ വിചാരിച്ചാലും നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ ഉള്ളതാണ് ഈ ജീവിതം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. സുഖവുമുണ്ട്, ദുഃഖവുമുണ്ട്, സങ്കടവുമുണ്ട്, സന്തോഷവുമുണ്ട്. അതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അവിടെ ഈ വയനാട്ടിൽ ഉള്ള ദുരന്തത്തിൽ ഒരാൾ പറഞ്ഞു പോകുന്നുണ്ട്, എന്താണ് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ചത്, ഞങ്ങളൊരു പാപവും ചെയ്തിട്ടില്ലല്ലോ എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി. ഞങ്ങളൊരു പാപവും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എന്തിനാണ് റബ്ബ് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്ന്. പക്ഷെ സഹോദരങ്ങളെ മനസ്സിലാക്കണം, പാപം നിമിത്തം മാത്രമല്ല അള്ളാഹു ശിക്ഷിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ബല ഉണ്ടാവുക, പരീക്ഷണം ഉണ്ടാവുക. പാപം നിമിത്തം മാത്രമല്ല. ഖുർആനല്ലേ പറഞ്ഞത്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. ഖുർആന പറഞ്ഞത് പാപം ചെയ്യണമെന്നില്ല. ഇത് എല്ലാവർക്കും അള്ളാഹു നിശ്ചയിച്ച സംഗതിയാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പരീക്ഷണം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിച്ചത് ആരെയാണ്? മനുഷ്യരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരെയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുമെന്ന്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾ മനസ്സിലാക്കിക്കൊള്ളണം, എന്താണ് അയാൾക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ. പരീക്ഷണത്തിലാണോ ഞാനും നിങ്ങളും വലിയ പരീക്ഷണത്തിലാണോ? പലവിധ വിഷമങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അല്ലാതെ അള്ളാഹു പിന്നെ എന്നെ തള്ളിക്കളഞ്ഞു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ കൈവടിഞ്ഞു എന്നല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായിട്ട് ഞാൻ മാറിയിട്ടുണ്ട് എന്നാണ്. ആർക്കെങ്കിലും പരീക്ഷണമില്ലേ ജീവിതത്തിൽ? സൂക്ഷിച്ചുകൊള്ളുക. അള്ളാഹു പരീക്ഷണമില്ലെങ്കിൽ അള്ളാഹു ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്. അള്ളാഹു ഒഴിവാക്കിയതാണ്. എത്ര മാത്രം നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അത് പറയപ്പെട്ടിട്ടുള്ള എഴുതപ്പെട്ടു പോയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ രേഖയിൽ കൃത്യമായി എഴുതപ്പെട്ട കാര്യമാണ്. ഒരു രേഖയിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അല്ലാഹു നേരത്തെ തന്നെ എഴുതി കണക്കാക്കിപ്പെട്ട കാര്യമാണ്. ഖുർആനാണ് പറയുന്നത്. സൂറത്തുൽ ഹദീദിൽ നമുക്ക് കാണാം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലകൈ ലാ തൽസൗ അലാ മാ ഫാതകും വലാ തഫറഹൂ ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു പറയുകയാണ്, മാ അസ്വാബ മിൻ മുസീബത്ത്, ഒരു മുസീബത്തും ബാധിക്കുകയില്ല. മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഒരാളെയും ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഫിൽ അർളി വലാ ഫീ അൻഫുസികും, ഭൂമിയിലാകട്ടെ ദേഹങ്ങളിലാകട്ടെ, മനുഷ്യരിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു ആപത്തും ബാധിക്കുന്നില്ല. ഇല്ല ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അതിനെ നേരത്തെ തന്നെ ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ല. നേരത്തെ അള്ളാഹു രേഖപ്പെടുത്തിപ്പെട്ട കാര്യമാണ്. എന്തു സംഭവിക്കുന്നുവോ
നമ്മളൊക്കെ ഈ ഖലായിലും ഖദറിലും വിശ്വസിക്കുന്നു അല്ലെ? നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖലാ ഖദറിൽ വിശ്വസിക്കുന്നവരാണ്. ഖദറിൽ അല്ലാഹു കണക്കാക്കിയത് ഏതു കാര്യവും ഒരു മരത്തിലെ ഇല വീഴുന്നുണ്ട് എങ്കിൽ പോലും അത് അല്ലാഹ് നിശ്ചയിച്ചതാണ്. ആ ഒരു മരത്തിലെ ഇല താഴെ പതിക്കുന്ന കാര്യം പോലും അല്ലാഹു രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അതാണ് അല്ലാഹുവിന്റെ അറിവ് വിശാലമാണ്. ഇതിനകത്ത് ഈ വിശ്വാസത്തിൽ നിന്നാണ് പലരും തെറ്റിപ്പോകുന്നത്. ഈ ഖദരിയ വിഭാഗമൊക്കെ ഉണ്ടായി. ഈ ഖദറിലുള്ള വിശ്വാസത്തിൽ തെറ്റിപ്പോയി. അവര് ദീനിൽ നിന്ന് തെറിച്ചുപോയി, പുറത്തുപോയി. അള്ളാഹു മുൻകൂട്ടി ഒന്നും അറിയുന്നില്ല, സംഭവിക്കുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നു. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കേരളത്തിലൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുന്നത്. ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ചിലരുടെയൊക്കെ കൂറ്റുകൾ, ചിലരുടെയൊക്കെ ശബ്ദങ്ങൾ ആയിട്ട് പുറത്തു വരുന്നത്, അവരുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ഒരു ഖദറിലുള്ള വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോയതാണ്. വളരെ കൃത്യമായിട്ട് ഖുർആനാണ് പറഞ്ഞത്. അള്ളാഹു നേരത്തെ തന്നെ രേഖപ്പെടുത്ത പെട്ടുപോയ കാര്യം. അള്ളാഹുവിന് എല്ലാം എളുപ്പമാണ്. നമ്മളെ പോലെ അള്ളാഹിനെ മനസ്സിലാക്കരുത്. നമ്മളെ പോലെയുള്ള കഴിവാണ് അള്ളാഹുവിനെ എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അള്ളാഹുവിന്റെ കഴിവൊന്നു വേറെയാണ്. നമ്മുടെ കഴിവ് പരിമിതിയുണ്ട്. അള്ളാന്റെ കഴിവിന് യാതൊരു പരിമിതിയും ഇല്ലാത്തവനാണ് അള്ളാഹു. അവനാണ് പ്രപഞ്ച സൃഷ്ടാവ്, ഈ ലോകം നിയന്ത്രിക്കുന്നവൻ, ഈ സർവത്തിനെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിനും അന്നം നൽകുന്നവൻ, എല്ലാത്തിനും അന്നം നൽകിയ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മളെ ആർക്കെങ്കിലും കൊണ്ട് സാധിക്കുമോ? നമ്മളെ വീട്ടിൽ വളർത്തുന്ന എന്തെങ്കിലും വളർത്തു മൃഗങ്ങൾക്ക് ഒന്നും കൊടുത്ത് രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇപ്പൊ കൊടുത്തുള്ളൂ, അതിന്റെ അലർച്ച മാറുന്നില്ല അല്ലേ? അള്ളാഹുവോ ഇങ്ങനെ കൊടുക്കുകയാണ്. അത് ഒരു ദിവസത്തേക്കാണോ? ഈ ഖിയാമത്ത് നാൾ വരെയും കൊടുക്കുകയാണ്. എന്തെല്ലാം ജീവികൾ, കടലിലെ വലിയ വലിയ ഭീമാകാരമായ മല പോലെ സമാനമായ ജീവികൾ വരെ അവർക്ക് ആഹാരം വേണ്ട. ടൺ കണക്കിന് ആഹാരം വേണ്ട. നമ്മളെ പോലെ ഒരു ചെറിയ വയറല്ലാതെ ഉള്ളത്, ടൺ കണക്കിന് ആഹാരം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. ഇതെല്ലാം ഈ പ്രവർത്തനങ്ങളൊക്കെ ഓരോ ദിനേനയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മളെ ഇത് പണ്ടേ വിട്ടേച്ചു. നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു പള്ളി പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന പാടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ എത്ര പ്രയാസമാണ്. അപ്പൊ തോന്നും രാജിവെച്ചേക്കാം. അതാണ് അവസ്ഥ. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. പടച്ചവന്റെ കഴിവും അവന്റെ ആ അധികാരവും ഒക്കെ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ആ ചുവട് നമ്മൾ ഉറച്ചു നിൽക്കണം. അള്ളാഹു വിശ്വസിച്ച വിശ്വാസമുണ്ടല്ലോ, അതിൽ ഒരു വിധത്തിലുള്ള കലർപ്പും മാലിന്യവും കടന്നുകൂടിക്കൂടാ. ചിലർക്കൊക്കെ ഇങ്ങനെ തോന്നും, ഇതെന്താ അള്ളാഹുവാണ് ഇങ്ങനെ, എത്ര ക്രൂരനാണ് റബ്ബ്, എത്ര ക്രൂരനാണ് റബ്ബ് എന്നൊക്കെ ചിലപ്പോ തോന്നിപ്പോകും. അങ്ങനെ പറയാൻ ആളുകളുണ്ട് ഇവിടെ. അതൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടുതരാൻ ആളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, പടച്ചവൻ പരമകാരുണ്യകനാണ്, റഹ്മാനാണ് റബ്ബ്. ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ തെറ്റുകൾ നിമിത്തം മനുഷ്യരെ അള്ളാഹു ഉടനടി ശിക്ഷിക്കുന്നവനായിരുന്നുവെങ്കിൽ ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യരും ബാക്കിയാവുമായിരുന്നില്ല. അള്ളാഹ് പറഞ്ഞു, മനുഷ്യന്റെ തെറ്റിന് ഉടനടി ശിക്ഷ കൊടുക്കുന്നവനാണ് റബ്ബ് എങ്കിൽ ഈ ഭൂമി ലോകത്ത് ഒരു ജന്തുവും ബാക്കിയുണ്ടാകുമായിരുന്നില്ല. കാരുണ്യവാനാണ്. തെറ്റ് ചെയ്താൽ ഉടനെ രേഖപ്പെടുത്തുന്നില്ല, അവന് സമയം കൊടുക്കും. അള്ളാഹു മാറുന്നുണ്ടോ, പിന്മാറുന്നുണ്ടോ, പശ്ചാത്തപിക്കാൻ തയ്യാറുണ്ടോ, ആ തെറ്റിൽ നിന്ന് വിരമിക്കാൻ തയ്യാറുണ്ടോ? ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലം, ഒരു തെറ്റ് ചെയ്താലോ ആ തെറ്റിന് മാത്രമുള്ള ശിക്ഷ ആണ് റബ്ബ്. ഈ റബ്ബിനെയാണ് നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് എന്താണ്?
ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അള്ളാഹു നേരത്തെ തന്നെ രേഖപ്പെടുത്തിയത് കൊണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ രേഖപ്പെടുത്തിയത്? ലികൈല തൗസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. അള്ളാഹു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് നൽകപ്പെട്ടതിന്റെ പേരിൽ അമിതമായ ആഹ്ലാദം ഉണ്ടാകാതിരിക്കുവാനും, നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിങ്ങളെ ദുഃഖിക്കാതിരിക്കാൻ. നേരത്തെ തന്നെ ഇത് ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്ക് പടച്ചവൻ ഇത് നിശ്ചയിച്ച കാര്യമാണ്, അവന് ക്ഷമിക്കാൻ സാധിക്കും. അവനുണ്ടാകുന്ന ഓരോ പ്രയാസത്തിന്റെ പേരിലും അവന് ക്ഷമിക്കാൻ സാധിക്കും. അവന്റെ കുടുംബത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ, അവന്റെ ബന്ധുക്കളിലുണ്ടാകുന്ന, കുടുംബത്തിലുണ്ടാകുന്ന ഓരോ കാര്യത്തിലും അവന് നേരെ നിൽക്കാൻ സാധിക്കും. റബ്ബ് കണക്കാക്കിയതാണ്, നേരത്തെ എഴുതിയ കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ അങ്ങനെ മനസ്സിലാക്കുക. സൈനബ റളിയല്ലാഹു അൻഹ ബിൻത് സൈനബ് ബിൻത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ് സൈനബ. തന്റെ കുട്ടി വളരെ അസുഖം മൂർച്ഛിച്ച് മരണത്തോട് മല്ലിടുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആളെ അയക്കുകയാണ്. പെട്ടെന്ന് ഉപ്പ വീട് വരെ വരണം, കുട്ടിക്ക് വല്ലാതെ രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുമ്പോൾ നബി പറഞ്ഞു വിടുകയാണ്. എന്താണ്? അവൾക്ക് സലാം പറയണം. സലാം എന്നിട്ട് പറയാണ്, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത. ഇന്ന ലില്ലാഹി മാ അഖദ, അല്ലാഹു എടുത്തത് അവനുള്ളതാണ്. വലഹു മാ അഅത, അവൻ നൽകിയതും അവനുള്ളതാണ്. ഇത് പറഞ്ഞാ വിടുന്നത്. ഈ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞാ വിടുന്നത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? അത് അല്ലാഹു തന്നതാണ്. നമ്മളിൽ നിന്നും എന്തെങ്കിലും എടുത്തോ? അതും അല്ലാഹുവിന്റേതാണ് എന്നാണ് ആ പറഞ്ഞത്. വീണ്ടും പിന്നെ കുട്ടിക്ക് അസുഖം ബാധിച്ചപ്പോൾ ആള് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളുമായിട്ട് ആ മകളുടെ വീട്ടിൽ ചെന്ന് കുട്ടിയെ വാങ്ങിച്ച് മടിയിൽ വെച്ചു. കുട്ടിയെ വാങ്ങി മടിയിൽ വെച്ച് കുട്ടി മരണവെപ്രാളത്തിലാണ്. ആ സമയത്ത് നബിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ അങ്ങ് കരയുകയാണോ? നബി പറയുന്നു, ആദിഹി റഹ്മത്തുൻ ജഅല അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. ഇത് കാരുണ്യമാണ്. അല്ലാഹു അവന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന കാരുണ്യമാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതുപോലുള്ള വിഷമങ്ങളും ദുരന്തങ്ങളും ഒക്കെ ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മൾ വസിക്കുന്ന പ്രദേശത്തും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ക്ഷമ, സബുറൻ ജമീല, നല്ല ക്ഷമ നമുക്ക് ഉണ്ടാവണം. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും, ആ രീതിയിലൊക്കെ ഈ ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കുക. ജീവിച്ചിരിക്കുന്നവർ എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്, നമുക്കറിയാം. നിങ്ങളോട് പ്രത്യേകിച്ചും പറഞ്ഞു തരേണ്ടതില്ല. നമ്മൾ കാണുന്നു, കാഴ്ചകളൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒന്നുമില്ല ഒരു പ്രദേശത്ത്, ഒന്നുമില്ല. കിലോമീറ്ററുകളോളം ഒലിച്ചുപോയി, എല്ലാം പോയി, ഒന്നുമില്ല. ഇട്ട ആ തുണി മാത്രവും കൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റിയവരൊക്കെ രക്ഷപ്പെട്ടു. വേറൊന്നുമില്ല. ഇനി കുഴിച്ച് ഒക്കെ എങ്ങനെ കിട്ടാനാ? ചില ബോഡികളും പോലും കിട്ടിയിട്ടില്ല. പലരും പറയുന്നുണ്ട്, എന്റെ ഇന്ന ആളുകൾ അവരിത്ര പേരുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പരമാവധി നമ്മൾ സഹായിക്കുക. നമ്മൾ കാഴ്ചക്കാരായി നിൽക്കാൻ പാടില്ല. നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസികളുടെ കടമയാണ് ഇത്തരം ആളുകളെ, പ്രതിസന്ധികളിൽ അകപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത്.
അവരെ സഹായിക്കണം. നമ്മുടെ പള്ളിയിൽ ഇന്നത്തെ കളക്ഷൻ അതിനുവേണ്ടി 2-3 ആളുകൾ മുന്നോട്ട് വന്ന് ഏതാണ്ട് ഒരു 16,000 രൂപ നമുക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു. നല്ല ഒരു സംഖ്യ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അള്ളാഹു ഈ പേരിൽ അള്ളാഹു നമുക്ക് അതിനുള്ള പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകും. അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ കേൾപ്പിക്കുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അർറഹീമൂന യർഹമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. പരമ കാരുണ്യന്റെ അല്ലെങ്കിൽ സൃഷ്ടികളെ നമ്മൾ സഹായിച്ചാൽ പരമകാരുണ്യൻ നമ്മളെ സഹായിക്കും. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. അപ്പോൾ പരമാവധി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു സാമ്പത്തികമായി? ഇപ്പൊ ഒരു വ്യാപകമായ ഒരു കളക്ഷൻ അവിടെ സർക്കാർ ചെയ്യുന്നുണ്ട്, സന്നദ്ധ സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പോരാ, ഒന്നും ആവത്തില്ല. അതുകൊണ്ട് നാം ഒരു ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം എല്ലാ പള്ളികളിലും വളരെ വ്യവസ്ഥാപിതമായിട്ട് ഒരു വലിയ കളക്ഷൻ എടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നവർ പരമാവധി എന്താണ് സഹായിക്കാൻ പറ്റുന്നത് അത് ചെയ്യണം. നമ്മളെല്ലാവരും ചെയ്യണം. എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആ വിധത്തിൽ, അല്ലെങ്കിൽ ഇന്ന് അതിന് കഴിയാത്തവർ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഈ പള്ളി ഭാരവാഹികളെ കണ്ടിട്ട് ഞാൻ ഇന്നത് തരാം, അടുത്ത ദിവസങ്ങളിൽ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞ് ആ പേരും സംഖ്യയും ഒക്കെ പറഞ്ഞ് നമ്മൾ പോകും. ഒരു വലിയ ആശ്വാസമായിരിക്കും അവർക്ക്. അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് അതെത്തിക്കും തീർച്ചയായും. അപ്പൊ ആ വിധത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് വരിക, അവരെ ചേർത്ത് പിടിക്കുക. ഈ പ്രതിസന്ധിയിൽ അവരെ നമ്മൾ കൈവിടാൻ പാടില്ല. എല്ലാവരും രംഗത്തിറങ്ങിയിട്ടുണ്ട്, എല്ലാവരും. അപ്പൊ നമ്മളും ഒക്കെ നമ്മളെ കൊണ്ടാകുന്നതൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരീക്ഷണത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും എല്ലാം അല്ലാഹു ആ നാടിനെയും അതിനിരയായ പാവങ്ങളായ സഹോദരങ്ങളെയും എല്ലാം അല്ലാഹു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാവട്ടെ. അവരുടെ മരണപ്പെട്ടുപോയ അവരുടെ എല്ലാവർക്കും, അവരുടെ വാപ്പ, പിതാവ്, ഉമ്മ, മകൻ, മക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരീക്ഷണത്തിൽ നിന്നും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കരുണ കാണിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.